യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നീതിമാനെ പ്രകീർത്തിക്കുക എന്നതിനെ കുറിച്ചാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 7-ാം തിരുലിഖിതം, നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിന്റെ നാനാ തുറകളിൽ നിന്ന് അനേക ദേശങ്ങളായിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ഇതാ ദൈവമായ കർത്താവ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ ദൈവരാജ്യത്തിന്റെ ആത്മാവാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഓരോ ഇടങ്ങളിലും ദൈവരാജ്യത്തിന്റെ അത്ഭുതങ്ങളുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഒരു സിസ്റ്ററുണ്ടായ അനുഭവം ആ സിസ്റ്റർ എഴുതി അറിയിച്ചിരിക്കുകയാണ്. ഈറോഡ് പ്രദേശത്തുള്ള ക്രിസ്തു ജ്യോതി കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ ലിസബല്ല FCC ആണ് ഈ കാര്യം നമ്മുടെ മുമ്പിലേക്ക് എഴുതി അറിയിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം 7-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഭക്തിയോടെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എന്റെ ജീവിതത്തിൽ 2 വർഷത്തിലധികമായി ഞാൻ ഒരു ജോലിക്കും പോകാതെ പരിപൂർണ വിശ്രമത്തിലായിരുന്നു. കാരണം ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ശരീരത്തിലെ എല്ലാ എല്ലുകളിലും വ്യാപിച്ചു കിടക്കുന്ന രോഗാണുക്കൾ, നട്ടലിലെ 3 കശേരുക്കളിലും തലയോട്ടിയിലും ഓട്ടകളായിരുന്നു. വയറൊഴികെ എല്ലാ ഭാഗങ്ങളിലും അതിശക്തമായ വേദന. ബോൺ TBയുടെ മരുന്ന് 1 വർഷമായി കഴിച്ചുകൊണ്ടിരുന്നെങ്കിലും രോഗത്തിൽ ഒരു കുറവുമില്ല. എന്റെ വേദന വർദ്ധിച്ചുകൊണ്ടിരുന്നു. വേദന ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കാനും നിൽക്കാനും നടക്കാനും കിടക്കാനും പറ്റാത്തൊരു സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേർന്നു. ഞാൻ അങ്ങനെ മറ്റെല്ലാ ജോലികളിൽ നിന്നും മാറി പകലില്ലാതെ വേദനയിൽ പുളയുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർച്ച് മാസം 7-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പങ്കെടുത്ത് എന്റെ ഈ വേദന കർത്താവിനോട് പറഞ്ഞു നിലവിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് എന്റെ ഈ വേദന എടുത്തു മാറ്റാൻ കഴിയും. യേശുവിനെ ഞാൻ ആരാധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, 7-ാം തീയതിയിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയ്ക്ക് ശേഷം 9-ാം തീയതി തിങ്കളാഴ്ച നട്ടെല്ലിന്റെയും ബ്രെയിനിന്റെയും MRI സ്കാൻ എടുക്കാൻ പോയി. MRI സ്കാൻ എടുത്തപ്പോൾ ഡോക്ടറും ഞങ്ങളും അത്ഭുത പരതന്ത്രരായി. കാരണം 2 MRI സ്കാനിങ്ങും 2 റിപ്പോർട്ടും നോർമലായി കാണിക്കുന്നു. എന്റെ തലയോട്ടിയിലും എന്റെ നട്ടലിലും ഉണ്ടായിരുന്ന വലിയ ഓട്ടകൾ അപ്രത്യക്ഷമായിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്റെ തലയോട്ടിയിലോ കശേരുകളിലോ അങ്ങനെ ഒരു രോഗമുണ്ടായിരുന്ന പാടുപോലും അവിടെ കാണാനില്ല. അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് എന്റെ ഈശോ എന്നെ രക്ഷിച്ചതിന്റെ സാക്ഷ്യമാണ് ഞാൻ ഈ രേഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ് ഈറോഡ് ദേശത്തുള്ള ക്രിസ്തു ജ്യോതി കോൺവെന്റിൽ നിന്ന് സിസ്റ്റർ ലിസബല്ല എഴുതി അറിയിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. തലയോട്ടിയിലും കശേരിക്കുകളിലും ഓട്ടകൾ നിമിത്തം സിസ്റ്റർ ഒരുപക്ഷെ സ്കൂളിൽ പഠിപ്പിക്കുകയോ ആശുപത്രിയിൽ ജോലി ചെയ്യുകയോ ചെയ്തിരുന്ന സഭയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന സിസ്റ്റർ ആയിരുന്നിരിക്കാം. 2 വർഷമായി ഒരു ജോലിക്കും പോകാൻ പറ്റാതെ, ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ, രാപകൽ വേദന കൊണ്ട് പൊളഞ്ഞ സിസ്റ്റർ. ഡോക്ടർമാര് ബോൺ TBയുടെ മരുന്ന് കൊടുത്ത്, എന്നാൽ അതുകൊണ്ടൊന്നുമില്ല, ദിനം പ്രതി വേദന വർദ്ധിച്ച് ഇരിക്കാനും നിൽക്കാനും പറ്റാതെ തകർന്നുകൊണ്ടിരുന്ന സിസ്റ്റർ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് യേശുവിന്റെ നാമത്തെ വിളിച്ചപ്പോൾ 7-ാം തീയതി യേശുവിന്റെ നാമത്തെ വിളിച്ച് ആരാധിച്ചു. ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച 9-ാം തീയതി ചെന്ന് MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോ തലയോട്ടിയിൽ ആ ഓട്ടകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഒരു പാടുപോലും ഇല്ല എന്നിതാ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനങ്ങളിൽ പ്രബോധിപ്പിക്കപ്പെടുന്ന ഓരോ പ്രബോധനങ്ങളും ലോകത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 9-ാം അധ്യായം 9-ാം തിരുലിഖിതം, വിവേകിയെ പ്രബോധിപ്പിക്കുക, അവൻ കൂടുതൽ വിവേകിയായി തീരും. നീതിമാനെ പഠിപ്പിക്കുക, അവൻ കൂടുതൽ ജ്ഞാനിയായി തീരും. ഇതാ ദൈവരാജ്യ ദൂതുകൾ, ദൈവരാജ്യ രഹസ്യങ്ങൾ ദൈവം തന്റെ മക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന സമയമാണിത്. 2 കരങ്ങൾ നന്നായി ഉയർത്തട്ടെ. ഇതാ ദൈവരാജ്യത്തിന്റെ ആത്മാവ് വ്യാപരിക്കുകയാണ്. രോഗികളിലേക്ക് സൗഖ്യം വ്യാപരിക്കുകയാണ്. പൈശാചിക പീഡകളുള്ളവരിലേക്ക് വിടുതൽ വ്യാപരിക്കുകയാണ്. തകർന്ന കുടുംബങ്ങളിലേക്ക് രക്ഷയുടെ അനുഭവം വ്യാപരിക്കുകയാണ്. പാപത്തിന്റെ കോട്ടകൾ തകരുകയാണ്. എല്ലാവരും യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഏലിയായിലും ഏലീഷായിലും വ്യാപരിച്ച ആത്മാവ്, വിടുതലിന്റെ ആത്മാവ്, അത്ഭുതകരമായ സൗഖ്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം ചെയ്തിടണേ. സ്വർഗീയ വാഗ്ദാന ചൈതന്യമേ, അഭിഷേകം യുവതിവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ശക്തിയിനഭിഷേകം, കുടുംബങ്ങളിൽ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകം, രോഗികളിലേക്ക് സൗഖ്യ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം, തിന്മയുടെ കോട്ടകൾ ദൈവശക്തി തകരട്ടെ. അന്ധകാര പീഡകൾ വിട്ടുപോകട്ടെ. ശക്തിയിനഭിഷേകം, അഗ്നിയിനഭിഷേകം, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധി അഭിഷേകം, ദാസരിലേഖനമേ, ഓരോ ദേശങ്ങൾ ഉണരട്ടെ, ഓരോ സമൂഹങ്ങൾ ഉണരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമർപ്പിത സമൂഹങ്ങളിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി വ്യാപരിക്കട്ടെ. സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മകളിലേക്ക്, സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് ദൈവിക ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, നീതിമാന്മാരെ അനുസ്മരിക്കുന്നത്, സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. നീതിമാൻ, നല്ല ആളുകൾ ദേശത്തുണ്ടെങ്കിൽ, നല്ല ആളുകൾ നമ്മുടെ കോൺവെന്റിൽ ഉണ്ടെങ്കിൽ, നല്ല ആളുകൾ നമ്മുടെ രൂപതയിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ഇടവകകളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ, അവരുടെ നന്മകൾ ഓർത്ത് അത് സമൂഹത്തിന്റെ മധ്യേ പറഞ്ഞ് അവരെ നമ്മൾ പ്രകീർത്തിക്കുന്നത് വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സംഗതിയായിട്ടാണ് വിശുദ്ധ ലിഖിതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യകാലങ്ങളിൽ ഞാൻ വിചാരിച്ചിരുന്നു, ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ നന്മ നമ്മൾ അവരുടെ കേൾക്കെ പറയുമ്പോൾ അതൊരു മുഖസ്തുതിയായി മറ്റുള്ളവർ ചിന്തിക്കുകയില്ലേ എന്ന് എൻ്റെ മനസ്സിനെ അലട്ടിയിരുന്ന ഒരു ചിന്തയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, അതൊരു മുഖസ്തുതിയല്ല. ഒരു ദൈവ പൈതൽ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വഴിയാണ് നീതിമാന്മാരുടെ നല്ല കാര്യങ്ങൾ പ്രകീർത്തിച്ച് പറയണം എന്നുള്ളത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ബൈബിൾ തന്നെ ഒരു മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 44-ാം അധ്യായം മുതൽ 50-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങളിൽ ബൈബിളിലുള്ള ഓരോ മഹാന്മാരെയും എടുത്ത് ഓരോരുത്തരുടെ ശ്രേഷ്ഠ ഗുണങ്ങൾ പ്രകീർത്തിച്ച് ദൈവാത്മാവ് വർണ്ണിച്ച് പറയുകയാണ്. ബൈബിളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ നന്മ വർണ്ണിച്ച് പറയണം, ദൈവത്തിന്റെ നന്മകളെല്ലാം പ്രകീർത്തിച്ച് പറയണം നമ്മൾ കേട്ടിട്ടുണ്ട്.
അത് വളരെ നല്ലതാണ്. ഒത്തിരി ശക്തിയും അനുഗ്രഹവും ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ ശുശ്രൂഷയാണ് ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ പുകഴ്ത്തുക എന്നുള്ളത്. അതുപോലെ തന്നെ വിവേകവും വിജ്ഞാനവും പ്രാപിച്ച ദൈവദാസന്മാരിലും ദൈവദാസിമാരിലും ദൈവം കൊടുക്കുന്ന മറ്റൊരു സുകൃതമാണ് ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്ന നീതിമാന്മാരുടെ നന്മകൾ എടുത്തു പറയുക. പ്രഭാഷകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വചനം തന്നെ എന്താണ്? നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, നമുക്ക് കുറച്ചു നേരം നമ്മുടെ പിതാക്കന്മാരെ, മഹത്തുക്കളായ ദൈവമാർഗത്തിൽ നടന്ന് നീതിമാന്മാരെ തീർന്നിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാരെ നമുക്ക് പ്രകീർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 44-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. എന്നിട്ട് ആദ്യം എടുക്കുന്നത് ഹേനോക്ക്, നോഹ തുടങ്ങിയ ആദ്യത്തെ പൂർവ്വ പിതാക്കന്മാരെയാണ്. നോഹയെ കുറിച്ച്, ഹേനോക്കിനെ കുറിച്ച് എന്താണ് പറയുന്നത്? 44-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, ഹേനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി, അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു, എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. ഹേനോക്കിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ ഹൈലൈറ്റ് ചെയ്യാൻ ഒരു ഗുണം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അബ്രാഹത്തെ കുറിച്ചാണ് പിന്നെ അടുത്തത് വർണ്ണിക്കുന്നത്. അബ്രാഹത്തെ കുറിച്ച് എന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? 19-ാമത്തെ വാക്യം, അനേകം ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നു അബ്രാഹം, മഹത്വത്തിൽ അവന് സമനായി മറ്റാരുമില്ല. നോക്കുക, ദൈവത്തിന്റെ ആത്മാവ് അബ്രാഹത്തെ ഉയർത്തി കാണിക്കുകയാണ്. മഹത്വത്തിൽ അവന് സമനായി മറ്റാരും ജനിച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ്. 44:19 വീണ്ടും 45-ാം അധ്യായത്തില് മോശ എന്ന ഒരു പൂർവ്വ പിതാവിനെ, മോശ എന്ന ദൈവദാസനെ പ്രകീർത്തിക്കുകയാണ്. മോശയെ കുറിച്ച് പറയുന്ന ഒരു വചനം എന്താണ്? യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവനെ കർത്താവ് ഉയർത്തി, അവൻ ജനത്തിന് സുസമ്മതനായി, ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി, അവനത്രേ ഭാഗ്യസ്മരണാർഹനായ മോശ. നോക്കുക, അവന്റെ ഒരു നന്മയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ആ ജീവിതത്തിന്റെ ആകെ തുകയെ നന്മയെടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്ത് കാണിച്ച് ദൈവജനത്തിന് മുമ്പിൽ നന്മ അവതരിപ്പിച്ച് ആ ദൈവദാസന്മാരെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. അടുത്തൊരു നേതാവിനെ ബൈബിൾ നമുക്ക് പരിചയപ്പെടുന്നു, അഹറോനാണ്. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി, വിശുദ്ധിയെ ഉയർത്തി കാണിക്കുകയാണ്. അഹ്റോനെ കുറിച്ച് പറയുമ്പോൾ അഹ്റോന്റെ വിശുദ്ധിയെ ഉയർത്തി കാണിക്കുകയാണ്. മറ്റൊരു നേതാവിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ജോഷുവയാണ്. പ്രഭാഷകന്റെ പുസ്തകം 46-ാം അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, നൂനിന്റെ പുത്രനായ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനായി തീർന്നു. അവനെ ഒരു വലിയ രക്ഷകൻ എന്ന പോലെയാണ് ദൈവവചനം ദൈവജനത്തിന് മുന്നിൽ അവതരിപ്പിച്ച് അവന് മഹത്വം നൽകുന്നത്. അവൻ ഉത്തമനായ രക്ഷകനായി, ഒരു സിംഹക്കുട്ടിയെ പോലെ ദൈവജനത്തിനിടയിൽ ജോഷുവ ഉത്തമനായ ഒരു നേതാവായി പ്രവർത്തിച്ചു എന്ന് അവനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഫിനഹാസ് എന്ന ദൈവവൈതലിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് പ്രഭാഷകന്റെ പുസ്തകം 45:23. എലയാസറിന്റെ പുത്രനായ ഫിനഹാസ് മഹത്വത്തിൽ 3-ാം സ്ഥാനം അലങ്കരിക്കുന്നു. ദൈവഭക്തിയിൽ തീഷ്ണതയുള്ള അവന്റെ ദൈവഭക്തിയെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ദാവീദിനെ പരിചയപ്പെടുത്തുകയാണ്. ദാവീദിനെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? 47-ാം അധ്യായം 3-ാം വാക്യം, അവൻ കോലാട്ടിൻ കുട്ടികളോട് എന്നതുപോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻ കുട്ടികളോട് എന്നതുപോലെ കരടികളുമായും അവൻ കളിയാടി. അവന്റെ ശക്തിയുടെയും പൗരുഷത്തിന്റെയും ഒരു ചെറിയൊരു അനുഭവം ദൈവജനത്തിന് വേണ്ടി കൊടുക്കുകയാണ്. വീണ്ടും 47-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം, തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവൻ അവന്റെ വലതുകരം ശക്തമാക്കി. ദൈവം ദാവീദിലൂടെ ചെയ്ത വൻ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ എണ്ണി പറഞ്ഞ് മഹത്വം ദാവീദിന് കൊടുക്കുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകത്തിൽ 48-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം, ഏലിയ പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. അനന്തരം പ്രവാചകനായി ഏലിയ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ വാക്കുകൾ പന്തം പോലെ ജ്വലിച്ചു. ഏലിയയെ കുറിച്ച് പറയുമ്പോൾ ഏലിയയുടെ വാക്കുകളുടെ തീഷ്ണതയാണ് ദൈവത്തിന്റെ വചനം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. അവൻ പന്തം പോലെ അവന്റെ വാക്കുകൾ ജ്വലിച്ചു.
സോളമനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷണ പുസ്തകം 47 അധ്യായം അതിൽ 16 17 തിരുലിഖിതങ്ങൾ. അവന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി, സമാധാനപൂർണമായി ഭരണം നടത്തി പ്രിയങ്കരനായി. അവന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. അവന്റെ ജ്ഞാനത്തെയും അവന്റെ ഭരണപാഠവത്തെയും അവന്റെ കാലത്ത് അവന് ലഭിച്ച പ്രശസ്തിയെയും കുറിച്ച് ദൈവത്തിന്റെ വചനം അവനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. 50 അധ്യായത്തിൽ പ്രധാന പുരോഹിതനായ ശിമയോനെ കുറിച്ചുള്ള പ്രബോധനം കാണുന്നുണ്ട്. 50 അധ്യായം അതിൽ 1-ാമത്തെ വാക്യം, ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ശിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു. അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ നീതിമാന്മാരുടെ ജീവിതകാലത്ത് അവരിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങളും അവരിൽ മികച്ചു നിന്നിരുന്ന മികവുകളും അവർക്കുണ്ടായിരുന്ന ദൈവിക അനുഭവങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും അവരുടെ കർത്താവ് പ്രവർത്തിച്ചതുമായ വൻ കാര്യങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി എണ്ണി പറഞ്ഞ് അത് എടുത്തു പറഞ്ഞ് സകല ജനത്തിന്റെ മുമ്പിൽ അത് അവതരിപ്പിച്ച് അവരുടെ നന്മയെ പ്രകീർത്തിക്കുന്നതാണ് ഇവിടെയെല്ലാം നമ്മൾ കണ്ടത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ ആത്മാവുള്ള ഓരോരുത്തരും ചെയ്യേണ്ട ഒരു സംഗതി കൂടെയാണ്. മരിച്ചുപോയവരുടെ, മരിച്ചുപോയ വിശുദ്ധരുടെയും മരിച്ചുപോയ നീതിമാന്മാരുടെയും നന്മകൾ പ്രകീർത്തിക്കാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും അങ്ങനെ ചെയ്യണം. എന്റെയും നിങ്ങളുടെയും കുടുംബത്തിൽ, ഇടവകയിൽ, രൂപതയിൽ, കോൺവെന്റിൽ നമ്മളിത് ചെയ്യണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ഇതാ തോബിത്ത് തോബിയാസിനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് തോബിയാസിന്റെ അമ്മയെ കുറിച്ച് തോബിത്ത് തോബിയാസിനോട് പറയുകയാണ്. തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 3-4 തിരുലിഖിതങ്ങൾ. നിന്റെ അമ്മയുടെ കാര്യം നീ ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ നീ ആദരിക്കണം. അമ്മയുടെ ഹിതം നീ നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, ഉദരത്തിൽ നിന്നെ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ട് എന്ന് നീ ഓർക്കണം. അവൾ മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ തന്നെ നീ അവളെ സംസ്കരിക്കണം. നോക്കുക, തോബിത്ത് തന്റെ മകനായ തോബിയാസിനെ അരികിൽ വിളിച്ചിട്ട് തോബിയാസിനോട് തന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള നന്മ വിവരിച്ച് പറയാണ്. നിന്നെ ഉദരത്തിൽ വഹിച്ചിരുന്ന കാലത്ത് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ടി ചോര പാലാക്കി തന്നിട്ടുണ്ട്. ഇങ്ങനെ അവളുടെ നന്മകൾ ഈ മകനോട് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു മുഖസ്തുതിയായിട്ട് ചിന്തിക്കരുത്. എന്റെയും നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. എനിക്കും നിങ്ങൾക്ക് അറിയാവുന്ന നന്മ, എന്റെയും നിങ്ങളുടെ കുടുംബത്തിലുള്ള അപ്പന്റെയും അമ്മയുടെ നന്മ എനിക്ക് നിങ്ങൾ അറിയാമെങ്കിൽ അത് മറ്റുള്ളവർ പറഞ്ഞു കേൾപ്പിക്കണം. കാരണം മറ്റ് പലരിൽ നിന്ന് മക്കള് ഓരോ തരത്തിലുള്ള ചീത്ത കാര്യങ്ങൾ അപ്പനെയും അമ്മേനെ കുറിച്ച് പലരും പല ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങളോ ചില കാര്യങ്ങളോ പറഞ്ഞിട്ടുണ്ടാകാം. കുടുംബത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന നന്മകള് പറഞ്ഞ് 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 മക്കളെ കേൾപ്പിക്കണം. ഇത് നല്ലൊരു ദൈവവചന മാർഗമായിട്ടാണ് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നത്. ഹല്ലേലൂയ. ഇത് കുടുംബത്തിൽ മാത്രമല്ല, ഇടവകയിലും രൂപതയിലും ഒക്കെ ചെയ്യണം. ഒരു വികാരി അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് 10 നന്മ അറിയാമെങ്കിൽ ആ 10 നന്മ നിങ്ങൾക്ക് വേദികൾ കിട്ടുന്നിടത്ത് പറയണം. മീറ്റിംഗ് കിട്ടിയാൽ, മൈക്ക് കിട്ടുമ്പോൾ, നിങ്ങളുടെ വികാരിച്ചനെ കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ ആ അച്ഛനെ കുറിച്ച് അറിയാവുന്ന 10 നന്മ നിങ്ങൾ വാ പൊളിച്ച് പറയണം. നിങ്ങളുടെ കോൺവെന്റിൽ നിങ്ങളുടെ മദറിനെ കുറിച്ച് നിങ്ങൾക്കൊരു 10 നന്മ അറിയാമെങ്കിൽ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ആ മദറിനെ കുറിച്ച്, ആ സുപ്പീരിയറിനെ കുറിച്ച്, ആ ജനറലമ്മയെ കുറിച്ച് 10 നന്മകൾ നിങ്ങൾ പറയണം. നിങ്ങൾ വാ അടച്ചു വെച്ചിരിക്കരുത്. കാരണം അവരെ കുറിച്ച് ഒരുപാട് തിന്മകൾ ലോകത്തിൽ പറയപ്പെടുന്നുണ്ടായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങളുടെ ബിഷപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊരു 10 നന്മ പറയാൻ അവസരം കിട്ടിയാൽ, ഒരു മീറ്റിംഗിലോ ഒരു കോൺഫറൻസിലോ ഒരു സെമിനാറിലോ ഒരു പൊതുയോഗത്തിലോ ആകട്ടെ 10 നന്മ പറയാൻ അവസരം കിട്ടിയാൽ ആ അവസരം വിനിയോഗിക്കണം. കാരണം 24 മണിക്കൂറും ഓരോ സ്ഥലത്ത് അവരെ കുറിച്ച് തിന്മകൾ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് അറിയാവുന്ന നന്മകൾ അറിയാവുന്നത് പോലെ പറഞ്ഞ് പറഞ്ഞ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നെ ഇതിനൊരു മാതൃക ബൈബിളിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതാണ് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അഹറോനും മിറിയാമും കൂടി ഇരുന്ന് മോശയ്ക്കെതിരെ മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി ദുഷിച്ചു പറയാൻ തുടങ്ങി.
അവര് സംസാരിക്കുകയാണ്, ഈ മോശയ്ക്ക് എന്താ പ്രത്യേകതയുള്ളത്? കർത്താവ് മോശയോട് മാത്രമാണ് സംസാരിക്കുന്നത്, ഞങ്ങളിലൂടെയും കർത്താവ് സംസാരിച്ചിട്ടില്ലേ? ഇങ്ങനെ മോശയോട് ബഹുമാനം ഇല്ലാതെ ഇതാ ഈ അഹറോനും മിറിയാമും മറ്റ് അവരോട് ബന്ധപ്പെട്ടവരും അറിയുന്നവരും കേൾക്കുന്നവരൊക്കെ കൂട്ടുകൂടി സംസാരിക്കാൻ തുടങ്ങി. ഉടനെ കർത്താവ് ഇടപെടുകയാണ്. ഇങ്ങനെ ഈ രീതി പറ്റില്ല, ഈ മോശയുടെ നന്മ അവരറിയണം. അതുകൊണ്ട് കർത്താവ് തന്നെ വന്ന് ഈ മോശയുടെ നന്മയെ കുറിച്ച് വിശദീകരിച്ച് അവരോട് പറയുന്ന ഭാഗമാണ് 12-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. എന്റെ ദാസനായ മോശയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അവനെ എന്റെ ഭവനത്തിലെ ചുമതല മുഴുവൻ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അവ്യക്തമായിട്ടല്ല, സ്പഷ്ടമായി മുഖാഭിമുഖം ഞാൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ കർത്താവിന്റെ രൂപം കാണുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ ഭയപ്പെടാതിരുന്നത് എന്തുകൊണ്ട്? ദൈവം വന്നിട്ട് മോശയുടെ വലിയ മഹത്വം എടുത്ത് അഹറോനെയും മിറിയാമിനും വെളിപ്പെടുത്തിയാണ്. ഞാൻ നേരിട്ട് മുഖാഭിമുഖം സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ലോകത്ത് വേറെ ആരോടും മുഖാഭിമുഖം സംസാരിക്കുന്നില്ല. ഞാൻ ആരെങ്കിലും ദർശനം കൊടുത്താൽ അത് സ്വപ്നത്തിലൂടെയോ ദർശനത്തിലൂടെ മാത്രമാണ്. എന്നാൽ മോശയോട് മാത്രമാണ് ഞാൻ മുഖാഭിമുഖം സംസാരിക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, മോശയുടെ മഹത്വം എടുത്ത് വർണ്ണിച്ച് അഹറോനോടും മിറിയാമിനോടും പറയുന്ന ഒരു ദൈവത്തെയാണ് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇതേപോലൊരു സംഭവം യേശുവിന്റെ ജീവിതത്തിൽ നാം സംഭവിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പലർക്കും ഇടർച്ചയുണ്ടായി. ഇത് സത്യത്തിൽ ദൈവപുത്രനാണോ എന്ന് പലരും സംശയിക്കാൻ തുടങ്ങി. അപ്പോൾ പിതാവായ ദൈവം നിങ്ങൾ സാക്ഷ്യം ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം ലിഖിതം. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. നോക്കുക, യേശുവിനെ കുറിച്ച് പിതാവ് ഒരു അത്ഭുതത്തിലൂടെ, ഒരു അരുളപ്പാടിലൂടെ പറയാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, എന്റെ മനസ്സിനിണങ്ങിയവൻ, ഞാൻ പ്രസാദിച്ചിരിക്കുന്നവൻ ഇവൻ എന്ന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്റെ നീതിമാന്മാരെ കുറിച്ച് മറ്റുള്ളവർ നന്മ പറയുന്നതിൽ നന്മ പറയാൻ വേണ്ടി ഇടപെടുന്ന രംഗങ്ങളാണ് നാം ഈ കണ്ടതെല്ലാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതകാലത്ത് നമുക്കറിയാവുന്ന നീതിമാന്മാരെ കുറിച്ച് 10 നന്മ നമുക്ക് കിട്ടുന്ന വേദികളിൽ പറയണം. നമ്മുടെ മാതാപിതാക്കന്മാരെ കുറിച്ച് പറയണം, നമ്മുടെ ടീച്ചർമാരെ കുറിച്ച് പറയണം, നമ്മുടെ കോൺവെന്റിലെ സുപ്പീരിയേഴ്സിനെ കുറിച്ച് പറയണം, നമ്മുടെ കോൺഗ്രിഗേഷനിലെ നീതിമാന്മാരെ ആളുകളെ കുറിച്ച് പറയണം, ബിഷപ്പിനെ കുറിച്ച് പറയണം, തിരുസഭയെ കുറിച്ച് 10 നന്മ പറയാൻ കിട്ടുന്നിടത്ത് അത് പറയണം. അങ്ങനെ ഞാനും നിങ്ങളും അത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നു. സുഭാഷിതം 10:7 നീതിമാന്മാരെ സ്മരിക്കുന്നത് അനുഗ്രഹമാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഒരുപാട് ചീത്തവാക്കുകളും ഒരുപാട് കുറ്റാരോപണങ്ങളും ഒരുപാട് ദുഷിവാക്കുകളും നീതിമാന്മാരുടെ മേൽ ഈ ലോകം കോരിച്ചൊരിയുമ്പോൾ അവരെ അറിഞ്ഞ് അവരെ കുറിച്ച് മനസ്സിലാക്കി അവരെ മനസ്സിലാക്കുന്ന ഞങ്ങള് അവരെ കുറിച്ച് അറിയാവുന്നതുപോലെ 10 നന്മ, അവരെ കുറിച്ച് അറിയാവുന്ന നന്മകൾ ഈ ലോകത്തിൽ വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ആത്മാവിന്റെ ഉണർവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തിരുസഭയെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിന് വഴികളിലൂടെ നടക്കുന്ന വിശുദ്ധരെ കുറിച്ച് പറയാൻ അഭിമാനം നൽകണമേ, ഉണർവ് നൽകണമേ, തീഷ്ണത നൽകണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കുടുംബങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ, കവിയണമേ, ദൈവത്തിന്റെ ആത്മാവേ, കവിഞ്ഞൊഴുകണമേ. വലിയ ആഗ്രഹത്തോടെ ഉറക്കെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിറയണമേ, ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ, നിറഞ്ഞു കവിയണമേ, ദൈവത്തിന്റെ ആത്മാവേ, ഒഴുകണമേ, നിറഞ്ഞു കവിയണമേ, ആത്മാവേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സ്വർഗം തുറന്ന് സക്രാ
ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി നമ്മുടെ കുടുംബത്തിലെ ഓരോ തകർച്ചകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് യേശുവിനെ വിളിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ കുരിശിലെ ബലിയുടെ യോഗ്യതയാൽ ഓരോ കുടുംബങ്ങളിലും തിന്മയുടെ കോട്ടകൾ തകരട്ടെ കർത്താവേ. കുടുംബങ്ങളിൽ ഓരോ തരം അനർത്ഥങ്ങൾ, മാരക വ്യാധികൾ, തീരാരോഗങ്ങൾ, കുഞ്ഞുങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകൾ, യുവതി യുവാക്കന്മാർക്ക് അനുഭവപ്പെടുന്ന അവിശ്വാസ പീഡകൾ, ഓരോ തരത്തിലുള്ള ഭക്തിരാഹിത്യം, വിശ്വാസക്കുറവ്, ദുഷ്ടാത്മ ഉപദ്രവങ്ങൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഓരോ കുടുംബങ്ങളും അഭിഷേകം പ്രാപിക്കട്ടെ. കുടുംബങ്ങളിൽ കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ കെട്ടുകളും ഇപ്പോൾ അഴിഞ്ഞു മാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന.